ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, നോമ്പുകാല ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. ബേത്സദ കുളത്തിനരികെ 38 വർഷമായി രോഗിയായി കഴിഞ്ഞിരുന്ന മനുഷ്യനെ സുഖപ്പെടുത്തിയ ശേഷം പിന്നീട് അവനെ ദേവാലയത്തിൽ വെച്ച് കാണുമ്പോൾ യേശുനാഥൻ പറയുന്ന വാക്കുകളാണിത്. ഈ വാക്യം രോഗശാന്തി വിവരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വചനമാണ്. രോഗവും പാപവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചിന്തിക്കാൻ ഈ വചനം നമ്മെ പ്രേരിപ്പിക്കുന്നു. അയാളുടെ രോഗത്തിന് കാരണം പാപമാണെന്നും പാപത്തിൽ തുടർന്നാൽ കൂടുതൽ മോശമായത് സംഭവിക്കും എന്നുമുള്ള ധ്വനി ഈ വാക്യത്തിലുണ്ട്. അതേസമയം 9-ാം അധ്യായത്തിൽ ജന്മന അന്ധനായ മനുഷ്യനെ സുഖപ്പെടുത്തുന്ന അവസരത്തിൽ രോഗവും പാപവും തമ്മിലുള്ള ബന്ധം യേശു ശക്തമായി നിഷേധിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ രോഗവും പാപവും തമ്മിലുള്ള ബന്ധം യേശു അംഗീകരിക്കുകയും ചെയ്യുന്നു. ഇത് രണ്ടും തമ്മിൽ വൈരുദ്ധ്യമില്ലേ? എന്നാൽ ബൈബിൾ പണ്ഡിതരുടെ അഭിപ്രായത്തിൽ വൈരുദ്ധ്യത്തിന് ഇടമില്ല. ജന്മനാ കുരുടനായ മനുഷ്യനെ സുഖപ്പെടുത്തുന്ന സന്ദർഭത്തിൽ യേശു അരുൾ ചെയ്ത വചനമാണ് രോഗവും പാപവും തമ്മിലുള്ള ബന്ധത്തെ വ്യാഖ്യാനിക്കുന്ന പൊതുനിയമം. അതായത് പാപത്തിൻ്റെ ഫലമല്ല രോഗങ്ങളും സഹനങ്ങളും. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ രോഗവും പാപവും തമ്മിൽ ബന്ധമുണ്ടെന്ന വസ്തുത നിഷേധിക്കാനാവില്ല. മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന പാപത്തിൻ്റെ ഫലമായി അയാൾ ശാരീരികമായി രോഗിയായിത്തീരുന്നു. എല്ലാ രോഗികളെ സംബന്ധിച്ചും ഇത് ശരിയല്ല. എന്നാൽ ചുരുക്കം ചില രോഗികളുടെ കാര്യത്തിൽ പാപത്തിൻ്റെ ഫലമായിട്ടാണ് അവർ അനുഭവിക്കുന്ന ദുരിതം. സഭാപിതാവായ ക്രിസോസ്തോമിൻ്റെ വ്യാഖ്യാനമനുസരിച്ച് എല്ലാ രോഗങ്ങളും പാപത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നവയല്ല, എന്നാൽ മിക്ക രോഗങ്ങളും പാപത്തിൻ്റെ ഫലമാണ്. അപ്പോൾ എന്താണ് ഇവിടെ ഈ മനുഷ്യൻ്റെ പാപം എന്നതാണ് അടുത്ത ചോദ്യം. യോഹന്നാനെ സംബന്ധിച്ച് ക്രിസ്തുവിനെ തിരസ്കരിക്കുന്ന അവിശ്വാസമാണ് പാപം. പ്രകാശത്തിൻ്റെ വഴിയിലൂടെ നടക്കാതെ അന്ധകാരത്തിൻ്റെ മാർഗത്തിലൂടെ നടക്കുകയും അന്ധകാരത്തിൻ്റെ പ്രവൃത്തികളിൽ മുഴുകുകയും ചെയ്യുമ്പോൾ മനുഷ്യൻ പാപം ചെയ്യുന്നു. സമൂഹത്തിലെ മറ്റു വ്യക്തികളുമായി നല്ല ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നവനാണ് പ്രകാശത്തിൽ ചരിക്കുന്നവൻ. അന്ധകാരത്തിൽ ചരിക്കുന്നവനാകട്ടെ മറ്റുള്ളവരുമായുള്ള ബന്ധം വിച്ഛേദിച്ച് വിദ്വേഷത്തിലും ശത്രുതയിലും കഴിയുന്നു. ഒറ്റപ്പെടലിൻ്റെയും ഭിന്നിപ്പിൻ്റെയും ജീവിതശൈലിയാണ് ഈ രോഗി പിന്തുടരുന്നത്. കുളത്തിനരികെ 38 വർഷം ജീവിച്ച ഈ രോഗിയെ സമൂഹവുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് ഒറ്റപ്പെട്ട് കഴിയുകയായിരുന്നു. അയാൾക്ക് സ്നേഹിതന്മാർ ആരുമില്ല എന്ന് അയാളുടെ സംസാരത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. വെള്ളമിളകുമ്പോൾ തന്നെയൊന്ന് കുളത്തിലിറക്കി സഹായിക്കാൻ ആരുമില്ല എന്ന് അയാൾ പരാതിപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അയാളുടെ ഉള്ളിൽ സമൂഹത്തോട് മുഴുവൻ വെറുപ്പായിരുന്നു. ഇത് അയാളെ ശാരീരികമായും മാനസികമായും ആത്മീയമായും രോഗിയാക്കി. അതിനാൽ അയാളുടെ യഥാർത്ഥ രോഗം സമൂഹത്തിലെ വ്യക്തിബന്ധങ്ങളുടെ തകർച്ചയിലൂടെ ഉളവായ അന്യവൽക്കരണമാണ്. എന്താണ് ഇനി അയാൾ ചെയ്യേണ്ടത്? തൻ്റെ കുടുംബവുമായും അയൽക്കാരുമായും പൊതുസമൂഹവുമായും അയാൾ തൻ്റെ ബന്ധം പുനഃസ്ഥാപിക്കുകയും അതിൽ ശക്തിപ്പെടുകയും വേണം. സ്നേഹത്തിൻ്റെ പ്രവൃത്തികളിലൂടെ മാത്രമേ സാമൂഹിക ബന്ധം മെച്ചപ്പെടുത്താനാവൂ. ജീവിത സാക്ഷ്യത്തിലൂടെയും സ്നേഹ ശുശ്രൂഷകളിലൂടെയും വചനപ്രഘോഷണത്തിലൂടെയും എല്ലാം ഈ സാമൂഹിക ബന്ധം ഊഷ്മളമാക്കി മാറ്റാനാകും. ഇങ്ങനെ പാപത്തിൻ്റെ ഒറ്റപ്പെടലിൽ നിന്ന് സ്നേഹത്തിൻ്റെ ബന്ധപ്പെടലിലേക്ക് കടന്നു വരാൻ യേശു അയാളെ ഉദ്ബോധിപ്പിക്കുന്നു. അല്ലെങ്കിൽ അയാൾക്ക് കൂടുതൽ മോശമായ രോഗം പിടിപെട്ടെന്ന് വരും. യേശുവാണ് തന്നെ സുഖപ്പെടുത്തിയതെന്ന സദ്വാർത്ത അയാൾ യഹൂദരെ അറിയിച്ചുകൊണ്ട് യേശുവിന് സാക്ഷ്യം വഹിക്കുന്നു. സ്നേഹത്തിൻ്റെ ശുശ്രൂഷയിലൂടെ സാമൂഹിക ബന്ധം പുനഃസ്ഥാപിക്കുന്നതിൻ്റെ തുടക്കമായിരുന്നു ഇത്. പ്രിയപ്പെട്ടവരെ, സമൂഹത്തിൽ നിന്നും അയൽക്കാരിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും സ്വയം ഒറ്റപ്പെടുത്തി അവരോടെല്ലാം വെറുപ്പും വിദ്വേഷവും ഉള്ളിൽ കൊണ്ടു നടന്ന് രോഗികൾ ആകാതിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ഇങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നത് കൂടുതൽ മോശവും അപകടകരവുമായ രോഗമാണെന്ന് നമുക്ക് തിരിച്ചറിയാം. കുടുംബാംഗങ്ങളുമായും അയൽക്കാരുമായും സമൂഹവുമായും നല്ല ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാനും അതുവഴി ആരോഗ്യമുള്ളവരായി ജീവിക്കാനും നമുക്ക് സാധിക്കട്ടെ.
ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ.